ഈ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ETL പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. അതായത് മൈക്രോസോഫ്റ്റ് പവർ BI ഒരു ETL ടൂളായിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ETL എന്ന് നമുക്ക് നോക്കാം. അതായത് ETLൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ് എന്നുള്ള ആ ഒരു ടേംസാണ് ഈ ETLൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. അതായത് എക്സ്ട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ BIയിൽ നമ്മൾ ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സോഴ്സ് നിന്നാണ്. ദാറ്റ് മേ ബി എക്സൽ, അതുപോലെ തന്നെ ഒറാക്കിൾ, SAP, വെബ്സൈറ്റ്, ഷെയർ പോയിൻറ്റ്, ഒരുപാട് ഡാറ്റ സോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയെ നമുക്ക് പവർ BIയിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ പവർ BI സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ BI മറ്റു പല ഡാറ്റ സോഴ്സിൽ നിന്നും ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ്. അതുപോലെ തന്നെ ആ എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റയെ നമുക്ക് വേണ്ട രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുക. അതായത് അതിനകത്ത് ചിലപ്പോൾ നമുക്ക് അൺക്ലീൻ ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരുപാട് ഒഴിവാക്കേണ്ട ഡാറ്റകൾ, അതുപോലെ തന്നെ ചിലപ്പോൾ പല കോളംസ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും, ചില കോളംസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും, വേറെ പല നൾ വാല്യൂസ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റക്കകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് മൈക്രോസോഫ്റ്റ് പവർ BIയിൽ പവർ ക്വറി എന്നുള്ള ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഡാറ്റയെ നമ്മൾ വേണ്ട രീതിക്ക് ട്രാൻസ്ഫോം ചെയ്യണത്. ഫൈനലി നമ്മൾ ഈ ട്രാൻസ്ഫോം ചെയ്ത ഡാറ്റയെ പവർ BIയിലേക്ക് ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമുക്ക് വേണ്ട രീതിയിലുള്ള വിഷ്വൽസ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ചാർട്ടുകൾ, വേണ്ട ടേബിൾസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണത്. സോ മൈക്രോസോഫ്റ്റ് പവർ BI ETL സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് മൈക്രോസോഫ്റ്റ് പവർ BI. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. അതായത് പവർ BIൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നമ്മൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ BIൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.